പുഞ്ചപ്പാടം. എടുത്തെടുത്ത് ഞാൻ ഇൻട്രോ കൊടുത്തരാം. വെള്ളം കയറി, മഴ പെയ്ത് വെള്ളം കയറി. ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്കും ദേവരാഗം ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതിയ ചാനൽ തുടങ്ങി, ദേവരാഗം. അപ്പം ദേവലോകം ചാനൽ കാണുന്ന നിങ്ങൾ ദേവരാഗം ചാനലും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ദേവരാഗം ചാനൽ കേട്ടോ. ദേവലോകത്തും ഞാൻ ഈ വീഡിയോ ഇടാറുണ്ട്, ദേവരാഗത്തും ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡാണിത്. അപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു, നല്ല മഴയായിരുന്നു ഇവിടെ. മഴ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മണിയായപ്പോൾ മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എൻ്റെ ജോലിയും തിരക്കും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. എണീറ്റിട്ട് ഞാനിപ്പം വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് എൻ്റെ വീട്, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന വീടാണത്. നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള പാടമാണ്. അപ്പം വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. ഇപ്പം രാവിലത്തെ മഴയ്ക്കാണ് ഇത്രയും വെള്ളം കയറിയിരിക്കുന്നത്. അങ്ങോട്ടൊക്കെയെന്ന് പറഞ്ഞാൽ പാടമാണ്, എല്ലാം പുഞ്ചപ്പാടങ്ങളാണ്. ഇവിടെ എല്ലാം വീടുകളുണ്ട്. ഇതിൻ്റെ നേരെ അക്കരെ കാണുന്ന വീടുകളാണ് ഇതെല്ലാം. ചെറിയ ഒരു ദ്വീപിലുള്ള വീടുകളാണ് കാണുന്ന വീടുകളെല്ലാം. എല്ലാവരും മഴയും അങ്ങോട്ടൊക്കെയെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവർ തോണി മാർഗം ആണ് അവർ സാധനം മേടിക്കാനൊക്കെ പോകുന്നത്. നല്ല മഴ പെയ്ത് വെള്ളമായാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല മഴയായിരുന്നു. നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, നല്ല മഴയാണ്. രാവിലത്തെ മഴയിലാണ് ഇത്രയും വെള്ളം എന്ത് ചെയ്തിരിക്കുന്നത്, കൂടിയിട്ടുള്ളത്. ഇതെല്ലാം പുഞ്ചപ്പാടങ്ങളാണ്. ഇവിടെ എല്ലാം ഇപ്പം നല്ല വെള്ളമാണ്. എല്ലാവരും പുറത്തിറങ്ങി മീൻ പിടിക്കുകയും പിള്ളേരൊക്കെ അവിടെ ഇവിടെ നിന്നെല്ലാം കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡും പാടമാണ്, അങ്ങോട്ടൊക്കെ പോണ വഴിക്കും പാടങ്ങളാണ്. എന്തായാലും ഞാൻ ഇതൊത്തിരി ആസ്വദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് നാളായി. എൻ്റെ ആഗ്രഹം എന്ത് ചെയ്തു, ദൈവം സാധിച്ചെനിക്ക് തന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും അല്ലേ കണ്ണാ, നമ്മൾ എൻജോയ് ചെയ്യണില്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വേദനകൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിച്ചെങ്കിലും ഇപ്പം ഞാൻ വളരെ സന്തോഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. വളരെ സമാധാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും കണ്ണനും അല്ലേ കണ്ണ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെയൊക്കെ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കണ്ണൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു, കണ്ണ ഇവിടെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അവിടെയൊക്കെ എല്ലാവരും മീൻ പിടിച്ചിട്ട് ആളുകൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും അതുപോലെ കാണുമായിരിക്കും മീനൊക്കെ. നമുക്കിവിടെ ചൂണ്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പണ്ട് എപ്പോഴോ മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ വെറുതെ ഇട്ട് നോക്കും, വെറുതെ ഇവിടെ വെച്ച് നോക്കും. മീനിന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പം ഒന്ന് വെച്ച് നോക്കണം കണ്ണാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ സൂക്ഷിക്കുക, മഴയൊക്കെ നനയാതെ സൂക്ഷിക്കുക. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി പിടിക്കും. അപ്പോൾ മഴ ആസ്വദിക്കുകയും ചെയ്യണം, മഴ നനയാതിരിക്കുകയും ചെയ്യണം അല്ലേ. ഇപ്പോൾ ചൂട് മാറി മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഞാനും കണ്ണനും കൂടെ വന്നതാണ്. ഇപ്പം പുറത്ത് പോയി ഒത്തിരി സാധനമൊക്കെ മേടിച്ച് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നിന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിയിരിക്കുന്ന ആളുകളില്ലേ, അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് ഇട്ടായിരുന്നു. നല്ല ഭംഗിയല്ല കാണാൻ. ഇത്തിരി ആഴം കാണും കണ്ണതിന്. പിന്നെ പാടമല്ലേ, ഇപ്പം വെള്ളം കേൾക്കണോണ്ട് ഒരു 2 ആളുടെ താഴ്ച ഉണ്ടാകും ഉണ്ടല്ലോ. ഇനിയിപ്പം മീൻ ഇവിടെ എല്ലാം ഇവിടൊക്കെ കാണോ മീൻ? അവിടെന്ന് ആറാണല്ലോ, ആറിന്ന് ഇതിന്റെ അപ്പുറത്ത് വലിയൊരു ആറുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്നാള് വീഡിയോ എടുക്കാൻ പോയപ്പോ അങ്ങനെ പറഞ്ഞു. അതിന്റെ ആറിന്നുള്ള മീനുകളൊക്കെ ഇനി ഇങ്ങോട്ട് പാടത്തിലേക്ക് വരും. കാരി, നമ്മളെ വീട് ഒന്നും കൂടെ കാണിച്ചു കൊടുത്തേ.
പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മീനിൻ്റെയൊക്കെ പേരൊക്കെ ഇവര് പറഞ്ഞു. വരാല്. വരാല്, പിന്നെ എന്താ അണ്ടികള്ളി. അണ്ടികള്ളി അണ്ടികള്ളി എന്തൊക്കെ പേരാണല്ലേ. അപ്പം ഇത് വേറെ ഒരാൾ കൃഷി ചെയ്തിരിക്കുന്ന കേട്ടോ. കപ്പയും ചേനയും ഇവിടെ നട്ടിരിക്കുന്നതാണ്. നമ്മൾ താമസിക്കുന്ന ഫ്ലോട്ടിൽ തന്നെ ഉള്ളതാണ്. കപ്പയും നട്ടിട്ടുണ്ട്, ചേനയുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്കായിരുന്നു, മഴ പെയ്തിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ണൻ രാവിലെ ഇറങ്ങി മഴ നനഞ്ഞ് ഇതെല്ലാം വാരി ഫുള്ള് ക്ലീൻ ഇട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോഴാണ് ആ മുറ്റത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇങ്ങോട്ട് ഇതിലെ കൂടെ പോകാൻ തുടങ്ങി. വെള്ളം ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ വീടിന് വേറൊരു പ്രത്യേകതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കൂടെ വീടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് സംസാരിച്ച് പോയ ഒരു വീടാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണിത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഫ്രണ്ടിൻ്റെ വീടാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് ഈ വീട് തന്നെ വാടകയ്ക്കെടുത്ത്. അല്ലേ കണ്ണ? ശാന്തമാണ്, വളരെ ശാന്തമാണ്. ശല്യമില്ല. അന്ന് ഇവിടെ ഭയങ്കരമായിട്ട് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പം റബ്ബറൊന്നുമില്ല. അന്ന് എനിക്കിങ്ങനെ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ വയലൊക്കെ ഈ റബ്ബർ കാരണം ഒരു മഴക്കാലത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇതൊക്കെ മാറ്റം കാലത്തിൽ ഇങ്ങനെ ചേഞ്ച് വന്നപ്പോഴാണ് ഞാനിങ്ങനെ വരുകയും എടുക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും കൊള്ളാം, വളരെ നല്ല സ്പേസാണിത്. എല്ലാം കൊണ്ടും നമുക്ക് ഇപ്പം ഞാൻ കണ്ണനാണെങ്കിൽ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ഞാൻ എപ്പോഴും സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. വന്നിരുന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് നോക്കുമ്പം എനിക്ക് നല്ല റിലാക്സാണ്. ഞാൻ ഇത് കാണുമ്പം രാവിലെ ഞാനിത് കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലേക്കും പോണത്. പിന്നെ കുളിച്ചു, വിളക്ക് കത്തിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവുണ്ട് ഇവിടെ. എനിക്ക് വളരെ പോസിറ്റീവാണ്. പ്രകൃതി ഇപ്പം ഇവിടെയുള്ള ആളുകൾ തന്നെ എന്ന് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ വെള്ളം കയറുമോ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ അത് പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ശരിയാണ്, പ്രകൃതിയാണ്. കാരണം കലികാലത്തിൽ നിൽക്കുമ്പോൾ ഇപ്പം മഴ കുറഞ്ഞതും മഴ കൂടുമോ ഇല്ലയോ എന്നൊക്കെ പ്രകൃതിയാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെ നമുക്കറിയാം. ഒരു പ്രളയം വന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും, അല്ലേ കണ്ണ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതെയും, മറ്റുള്ളവരോട് അസൂയപ്പെടാതെയും, മറ്റുള്ളവരെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവശങ്ങളുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കുറവിനെ മാത്രം നോക്കിയിട്ട് അത് നല്ല രീതിയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും, മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ടും, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും, മറ്റുള്ളവർക്ക് കൂടോത്രം ചെയ്തിട്ടും ഇതൊന്നും നമുക്കൊന്നും നേടാനില്ല. നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ശാന്തമായിട്ട് നമ്മളെ തന്നെ നല്ലതാക്കി നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു മനുഷ്യൻ പൂർണ്ണനാവുന്നത് എപ്പോഴും. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഈ ഭൂമിയിൽ ആരും ഒന്നും കൊണ്ടുപോകൂല. എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വന്നത് എങ്ങനെയാണ്, നഗ്നനായിട്ട് വന്നു, നഗ്നമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ജനിച്ച് ഈ ഒരു കുഞ്ഞായിട്ട് ജനിച്ചു. ഈ ഭൂമിയിൽ എന്നാണോ നമുക്ക് ജനനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണമാണ്. ആ മരണം കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കണം. ആരെയും ദ്രോഹിക്കരുത്. ഈശ്വരഭക്തിയിലും ഉള്ളതിൽ നമ്മൾ സംതൃപ്തിപ്പെട്ട് മനസമാധാനമായിട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവിനും ഒരു മോക്ഷം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഓരോന്ന് ചിന്തിച്ചപ്പോൾ അത് പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് വിടുക, ഇത് ആസ്വദിക്കുക. അല്ലേ കണ്ണ? അതാണ് ആ കാണുന്ന വീട് കണ്ടോ? അവിടെ ഒരു വീടാണ്. അവിടെയും വെള്ളം കയറി കേട്ടോ. വീട്ടിലല്ലേ? വെള്ളം കയറി. അവിടെ ആളുണ്ടോന്ന് എനിക്കറിഞ്ഞോളൂ. ഇതല്ലേ അങ്ങ് റോസ് പെയിന്റ് അടിച്ച് വെള്ളം കയറി അവിടെ. ഞാൻ ഇപ്പോഴാ സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് ശ്രദ്ധിച്ച്. വെള്ളം കയറി താമസം ഉണ്ടായിരുന്ന വീടാണ്. അല്ല, താമസം ഉണ്ട്, അവിടെ ആളുണ്ട്, പക്ഷെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ കയറുമെന്നാണ് അവരൊക്കെ പറഞ്ഞത്. മൊത്തം പാടും.
നമുക്കിപ്പോൾ ഇവിടെ വെള്ളം കയറുമെന്നാണ്. മുറ്റത്തൊക്കെ കുറച്ച് വെള്ളം. താഴ്ന്നു പോകും, കാരണം മണ്ണ് ഇവിടെ കൊണ്ട് JCB ഇട്ടിരിക്കുന്നതുകൊണ്ടേ ഇത് പശയുള്ള മണ്ണാണ്. അപ്പം നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലൂടെ കയറാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മഴയാണ്, എല്ലാവരും ശ്രദ്ധയോടിരിക്കുക. ഇതാണ് രാവിലെ ഇപ്പോൾ വെള്ളം ചെയ്തതാണ്. രാവിലെ ഇവിടെ എല്ലാം വെള്ളം നമ്മൾ താഴ്ത്തി വിട്ടതാണ് അങ്ങോട്ടേക്ക്. ചാല് ബ്ലോക്കായി കിടന്നെല്ലാം നമ്മൾ അങ്ങോട്ട് വിട്ടു, കാരണം ഈ വെള്ളം എല്ലാം അങ്ങോട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വളമെല്ലാം എല്ലാം അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, കൃഷി സ്ഥലത്തോട്ട് ചെല്ലണം അല്ലേ? ഇതുവരെയും താമസിച്ച വീടുകളിൽ വെച്ചിട്ട് ഞാൻ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീട് ഇതുപോലെ പാടത്തിൻ്റെ സൈഡായിരുന്നു. നിങ്ങൾക്കറിയാം, വീഡിയോ ഫസ്റ്റിൽ കാണുന്നവർക്കൊക്കെ അറിയാം, വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീടാണ്. നല്ല എനിക്ക് ഭയങ്കര സമാധാനമാണ്, നല്ല വീടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്പേസ് ആണ് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം വളരെ സമാധാനം, ശാന്തത, പോസിറ്റീവാണ് ഇവിടെ എല്ലാം. പിന്നെ വീട്, പിന്നെ മഴയാണ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ. മഴയുടെ പെയ്യുമ്പോൾ നല്ല മഴയായിരിക്കും, തകർത്ത് പെയ്യുമല്ലോ. കാരണം തകർത്താണ് മഴ. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇപ്പോൾ ഇന്ന് ന്യൂസിലൊക്കെ കണ്ടത് എല്ലായിടത്തും നല്ല മഴയാണെന്നല്ലേ. ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇതിപ്പോൾ രാവിലെ ഇവിടെയൊക്കെ കഴുകി തുടച്ചിട്ടതാണ് ഞാൻ എല്ലായിടും. ക്ലീനാക്കി. ചൊവ്വാഴ്ചയൊക്കെ അല്ലേ, എല്ലാം ക്ലീനാക്കിയിട്ടോ. അപ്പം ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഇനി വൈകുന്നേരമായി, കുളിക്കണം, വിളക്ക് കത്തിക്കണം ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ കേട്ടോ. ഒടിഞ്ഞു പോയി, മഴ വീണതാണ് കാറ്റിൽ. എൻ്റെ മണ്ട ഒടിഞ്ഞു പോയി. പിന്നെ അതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരുവിധമൊക്കെ നല്ലതാക്കി കൊണ്ടുവന്നതെല്ലാം താഴെ തള്ളിയിട്ട് കാറ്റ്. ബൈ.